ഒരു മുംബൈയിൽ രേവതിക്കുട്ടിയുടെ ഇഷ്ടം രോഹിത് സ്വീകരിക്കുന്നു. അങ്ങനെ രേവതിക്കുട്ടി കുറച്ച് ദിവസങ്ങളായി രോഹിത്തിനെ മനസ്സിൽ കൊണ്ട് നടക്കാനായിട്ട് തുടങ്ങിയിട്ട്. രോഹിത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, മനസ്സ് തുറക്കണം എന്നുള്ള ചിന്ത രേവതിക്കുട്ടിയുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഒടുവിലതാ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് രോഹിത്ത് നമ്മുടെ രേവതിക്കുട്ടി കോംബോയ്ക്ക് തുടക്കം കുറിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, രോഹിത്തും രേവതിയും രണ്ടുപേരും ഒന്നാവുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. രേവതിക്കുട്ടി രോഹിത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തന്നെ മുൻപത്തെ രോഹിത്തായാണ് കണ്ടതെന്നും നീ ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചുവെന്നും പറയുന്നുണ്ട്. നിൻ്റെ പ്രവൃത്തികൾ കാരണമാണ് എന്നെ അങ്ങനെ കളിയാക്കാനും മോശം വാക്കുകൾ പറയാനും പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ രോഹിത്ത് അത് സാരമില്ല, ഞാനതൊക്കെ ഒരു തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ തമാശയായി പറഞ്ഞത് എന്നെ തന്നെ ഇപ്പോൾ ഒരുപാട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അത് കേട്ടതും അതെന്താ രേവതിക്കുട്ടി നിന്നെ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്, അതെന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അത് കേട്ട രോഹിത്താണെങ്കിൽ എന്താ നീ പറയുന്നേ എന്ന് ചോദിക്കുന്നു. ഇത് അലീന ചേച്ചി അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും, നിന്നെ അലീന ചേച്ചി ഇങ്ങനെയൊന്നും അല്ല കാണുന്നത് എന്ന് പറയുമ്പോൾ രോഹിത്തിന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും രോഹിത്തിൻ്റെ മനസ്സിലും ഈ ചിന്ത മറിയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായി. രോഹിത്തും രേവതിക്കുട്ടിയോട് അത് സമ്മതിച്ചു കൊടുക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ പ്രണയകാവ്യത്തിന് തുടക്കം കുറിക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.